എന്തൊക്കെ ചെയ്തിട്ടായാലും ഇത്തവണ അവരുടെ മണ്ണിൽ ആ ചരിത്രം തിരുത്തണം. അതുകൊണ്ട് അവരുടെ മണ്ണിൽ പോയി തന്നെ അവരെ തീർത്തു. അങ്ങനെ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു ഹെവി മത്സരത്തിൽ കൂടി വിജയിച്ചു തുടങ്ങി. ഈ കളി തുടങ്ങിയ സമയത്ത് നിരന്തരമായിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു ബ്ലാസ്റ്റേഴ്സിനാണ് നമ്മൾ ഈ ഒരു മത്സരത്തിലായി കണ്ടത്. ഡിഫൻസിൽ ആ ഒരു പീവ് പരിധി വരെ ബ്ലാസ്റ്റേഴ്സ് പരിഹരിച്ചു എന്ന് വേണം പറയാം. മത്സരത്തിന്റെ 3-ാം മിനിറ്റ് തന്നെ ജീസസ് ജിംനസിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോൾ കണ്ടെത്തി. ആ ഒരു ഗോൾ കണ്ടെത്തിയോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് നിരന്തരമായിട്ടുള്ള ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് നമ്മൾ കണ്ടത്. ഇരു ടീം ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ തന്നെയാണ് കാഴ്ചവെച്ചത്. പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ആവട്ടെ നിരന്തരമായിട്ടുള്ള ഒരു അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ എല്ലാം ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിരുന്നു. പിന്നെ ബ്ലാസ്റ്റേഴ്സ് ആദ്യമായിട്ടാണ് ചെന്നൈ അറീനയിൽ പോയി ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുന്നത്. അത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഒരു മികച്ച പെർഫോമൻസ് തന്നെയാണ് ചെന്നൈയിൽ പോയി കാഴ്ചവെച്ചത്. ബ്ലാസ്റ്റേഴ്സിനായി 3 ഗോൾ അടിച്ച താരങ്ങളാണ് ജീസസ് ജിമേസ്, അതുപോലെ കോമെ പെപ്ര. അങ്ങനെ ചെന്നൈയിൽ പോയി കേരള ബ്ലാസ്റ്റേഴ്സ് 3 ഗോളുകൾക്ക് ചെന്നൈ എഫ്സിയെ പരാജയപ്പെടുത്തി. അതുകൊണ്ട് തന്നെ പോയിന്റ് ടേബിളിൽ വലിയ വ്യത്യാസം തന്നെ ബ്ലാസ്റ്റേഴ്സിന് സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു പെർഫോമൻസ് ഇനി തുടർന്ന് കാഴ്ചവെച്ച് കഴിഞ്ഞ ഒരു പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് 4 ലക്ഷ്യം ഒരു പക്ഷേ യാഥാർത്ഥ്യമായേക്കാം. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത മത്സരം ഒരു നിർണായക പോരാട്ടം തന്നെയാണ്. അതുകൊണ്ട് തന്നെ മോഹൻ ബഗാൻ എന്ന ശക്തരെ നേരിടുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനും കൊണ്ട് തന്നെയായിരിക്കും നേരിട്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇനി ആ ഒരു മത്സരം ബ്ലാസ്റ്റേഴ്സിന് അഡ്വാൻറ്റേജ് ആയിരിക്കും. അത് കൊച്ചിയിലാണ് ആ ഒരു മത്സരം നടക്കുന്നത്. എന്തായാലും നമുക്ക് ആ ഒരു മത്സരത്തിനായി കാത്തിരിക്കാം. പിന്നെ ഈ ഒരു മത്സരത്തിന്റെ ലാസ്റ്റ് മിനിറ്റ് നോഹ സദോയി ഒറ്റയ്ക്ക് ഒരു അറ്റാക്ക് ചെയ്ത സമയത്ത് അത് കൃത്യമായിട്ട് അവിടെ ലൂൺ ഉണ്ടായിരുന്നു. അതുപോലെ ഇഷാൻ പണ്ഡിത് ഫ്രീ ആയി നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മളവിടെ കണ്ട്. പക്ഷെ നോഹ സദോയി ഒറ്റയ്ക്കിലെ ഷോട്ടാണ് അവിടെ ശ്രമിച്ചത്. ആ ഒരു ഷോട്ടിനെ തുടർന്ന് നോഹ സദോയും അഡ്രിയാൻ ലൂണയും ഒരു വാക്ക് തർക്കും അതുപോലെ തല്ലക്കല്ല കാഴ്ച നമ്മൾ ഈ ഒരു കളിയിൽ കണ്ടു. ചെന്നൈയിൽ പോയി കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയെടുത്ത 3 പോയിന്റ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറെ നിർണായകം തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ ഹെഡ് കോച്ചിനെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കൈയടിക്കേണ്ടത് തന്നെയാണ്. കാരണം അദ്ദേഹം ഈ ഒരു സാഹചര്യത്തിൽ പല ഇന്ത്യൻ പ്ലേയേഴ്സിന് അവസരം നൽകി എന്ന് വേണം പറയാം. കാരണം പരിക്ക് മാറി വരുന്ന ഇഷാൻ പണ്ഡിത് പോലും ഈ ഒരു മത്സരത്തിന് അവസരം നൽകി എന്ന് വേണം പറയാം. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു കിടിലൻ പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. എന്തായാലും നമുക്ക് അടുത്ത മത്സരത്തിനായി കാത്തിരിക്കാം. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒപ്പിനെയൊക്കെ താഴെ കമന്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും ഗുഡ് ബൈ.